ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മാറ്റിമറിക്കുന്ന വചനമാണ്. അത് സ്വർഗത്തിൻ്റെ ദൂതാണ്. അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു, മനുഷ്യനോട് ദൈവം ഇടപെടുന്നു, മനുഷ്യനെ മാറ്റാൻ ദൈവം കൊതിക്കുന്നു. സാത്താൻ്റെ പിടിയിൽ കിടക്കുന്ന മനുഷ്യൻ, ശാപത്തിലേക്ക് പോകുന്ന മനുഷ്യൻ, നിത്യ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ, ഇരുളിലേക്ക് പോകുന്ന മനുഷ്യൻ, ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യൻ, സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും ഇല്ലാത്ത മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായൊരു വാഗ്ദാനമാണ് നാം വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 37:3. യഹോവയിൽ ആശ്രയിച്ച് നന്മയുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമ്മൾ ഈ വാക്യം പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ശകലമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്ത എന്തുകൊണ്ടാണ്? ഞാൻ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചു, എത്ര ആവശ്യക്കാരനായി പ്രാർത്ഥിച്ചു, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. അനേകർ പരാതി പറയുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്നൊരു ഉത്തരം, മകനെ, നിൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, നിൻ്റെ പ്രാർത്ഥന കേട്ട് നീ പ്രാർത്ഥിച്ച കാര്യം നിനക്ക് തരാൻ പറ്റാഞ്ഞിട്ടുമല്ല. അത് ദൈവത്തിന് എല്ലാം കഴിയും. മനഃപൂർവ്വം ദൈവസന്നിധി കിടന്ന് നമ്മൾ രാപ്പകൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. പക്ഷേ ഒരു കാര്യം, നിനക്ക് എൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ആളത്തം മാറുന്നില്ലെങ്കിൽ നീ പഴയ പോലെ തന്നെ പിന്നെയും ജീവിക്കും. കർത്താവ് അറിയാം, ഒരു അനേക വർഷങ്ങൾ തളവാദം പിടിച്ച ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യം കൊടുത്തു. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ കിടക്കെടുത്ത് അങ്ങ് പോയി. അവൻ തിരികെ വന്ന യേശുവിനോട് നന്ദി പറയുകയോ എന്തെങ്കിലും സമർപ്പണം പറയുകയോ ചെയ്തില്ല. അല്ല, ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ചോദിച്ചില്ല. അവന് സൗഖ്യം കിട്ടി, അവൻ്റെ വഴിക്ക് പോയി. ഇതനേകം ലോകം മനുഷ്യരുടെ ചിന്താഗതിയാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് കിട്ടുന്നതെല്ലാം ഈ ഭൂമിയിലെ കാര്യം സുഖമായി നടക്കാൻ വേണ്ടിയാണ്. അവൻ്റെ വഴിക്ക് പോയി. അവനൊരു മാറ്റം വന്നില്ല, അവനൊരു മാനസാന്തരം വന്നില്ല. പക്ഷേ കർത്താവ് അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്കാൻ ദൈവത്തെ യേശു അവനെ കണ്ടു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയെ അത് വഹിപ്പിക്കാൻ നിനക്ക് പാപം ചെയ്യരുത്. മേലിൽ പാപം വന്നാൽ ഈ കിട്ടിയ സൗഖ്യം അങ്ങ് പോകും. ഒരുപക്ഷെ നിനക്ക് ഈ സൗഖ്യം നിലനിന്നാൽ പോലും നിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യം നിൽക്കില്ല. കർത്താവ് ഒരു മനുഷ്യന് സൗഖ്യം കൊടുത്തു, ശരിയാണ്. അവൻ്റെ ബന്ധനം അഴിച്ചിട്ട് തന്നെയാണ് സൗഖ്യം കൊടുത്തത്, ഒരു സംശയമില്ല. ആ ബന്ധനം അഴിച്ച സൗഖ്യം നിലനിൽക്കില്ല. ശാരീരികമായ സൗഖ്യം നിലനിന്നാലും ആത്മീയമായ സൗഖ്യം നിലനിൽക്കില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആത്മാവുള്ളൊരു മനുഷ്യനായിട്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അവൻ ദൈവം അവനോട് കരുണ കാണിച്ചതിന് തിരിച്ച് ദൈവത്തോട് അവന് നന്ദി കാണിച്ചില്ലെങ്കിൽ ആ ആത്മാവ് അവിടെ നിൽക്കില്ല. ഇത് അനേകർക്കും മനസ്സിലാകാത്തൊരു സത്യമാണ്. അതുകൊണ്ടാണ് കർത്താവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്, സങ്കീർത്തനക്കാരനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ നിനക്ക് തരും. നിൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹമുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവർ, യഹോവയിൽ രസിക്കുക എന്ന് പറയുന്നത് വലിയ ഉന്നതമായ നിലവാരമാണ്. ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് സന്തോഷിക്കാനും മേളിക്കാനും. ചില ഭക്ഷണത്തിനകത്ത് രസിക്കും, ചില ഉറങ്ങുന്നതിൽ രസിക്കും, ചിലർ യാത്ര ചെയ്യുന്നതിൽ രസിക്കും, ചിലർ കമ്പനി കൂടുന്നതിൽ രസിക്കും. ഈ ഭൂമിയിലെ സൈറ്റ് സീയിങ്, അനേക രാജ്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. പൊയ്ക്കോട്ടെ, ഈ ഭൂമിയിലെ സന്തോഷങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. പരിസരം മുഴുവൻ വഷളായി നടക്കുമ്പോഴും നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെന്നൊരു വാക്യമുണ്ട്. അതൊരു കൃപയാണ് പറയുക, അതൊരു ഭാഗ്യമാണ്. കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നവരെ പോലെ അല്ല നോഹ എന്ന് ദൈവം കണ്ടു. ആ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താ കൃപ ലഭിച്ചത്? ഞാൻ അവരെ പോലെ ആകുകയില്ല. എന്നെ സൃഷ്ടിച്ച ദൈവം എന്നോട് സംസാരിക്കുന്നു. ആ ദൈവത്തെ മാനിച്ച് ഞാൻ നീക്കും. എനിക്ക് എൻ്റെ ദൈവം തരുന്ന സന്തോഷം മതി, ദൈവം തരുന്ന കൃപ എനിക്ക് മതി. ഇതൊരു വലിയ തീരുമാനമാണ്. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകാൻ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ലഭിച്ച കൃപ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ഇടപെടുന്നു. അങ്ങനെ ആരും മുൻകൂട്ടി പ്രതീക്ഷിച്ചല്ല. ഇപ്പം ശൗല് ദമസ്കോസിലേക്ക് പോവുകയാണ്. ദൈവത്തിന് വിരുദ്ധമായിട്ട്, ദൈവമക്കൾക്ക് വിരുദ്ധമായിട്ടും ജീവിക്കാൻ പോകുമ്പോൾ വഴിക്ക് വെച്ച് അവനെ തടഞ്ഞു, അവൻ്റെ താഴെയിട്ടു, അവൻ്റെ കണ്ണ് കുരുടാക്കി. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്.
പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ഇടപെടുകയാണ്. പ്രതീക്ഷിക്കാത്ത ദൈവം ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര ഭാഗ്യമായി പോയി. എന്തൊരു മാറ്റമാണ് ആ ശൗലിനും ഉണ്ടായത്. അവൻ പൗരസപ്പോസ്തലനായി മാറി. ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം വേർതിരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിതം വിട്ടുകൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, യഹോവയിൽ തന്നെ രസിക്കാൻ ഒരു തീരുമാനം. എനിക്ക് എൻ്റെ ദൈവം തരുന്ന സന്തോഷം മതി. കർത്താവ് പറഞ്ഞു, ഈ ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെ അല്ല. ലോകത്തിന് തരാനും പറ്റത്തില്ല, ലോകത്തിന് ഞാൻ തരുന്ന സമാധാനം എടുത്തു കളയാനും പറ്റത്തില്ല. അങ്ങനെ വലിയൊരു സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഞാൻ നിങ്ങളെ ഭരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. ഒരു തെറ്റ് പറ്റാതെ യെശയ്യാപ്രവചനത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നടക്കുമ്പോൾ വഴി ഇതാവുന്നു, ഇതിലെ നടന്നുകൊള്ളുമെന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. എത്ര പേർക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ വഴിയിൽ കൂടെ നടക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു സമർപ്പണം വേണം. ഇന്ന് അനേകർക്ക് പ്രാർത്ഥനയുണ്ട്, കൂടിവരവുണ്ട്, ചില ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ സമർപ്പണമില്ല. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ അബ്രഹാമിന് ഇസാക്ക് ഉണ്ടായിരുന്നു. ആ ഇസാക്കിൻ്റെ പേര് അബ്രഹാമിൻ്റെ ഇസാക്ക് എന്നാണ്. എന്നാൽ മോറിയ മലയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആ ഇസാക്കിൻ്റെ പേര് അബ്രഹാമിൻ്റെ ഇസാക്ക് എന്നല്ല, ദൈവത്തിൻ്റെ ഇസാക്ക് എന്നാണ്. ഈ മാറ്റം യാഗപീഠത്തിൽ വെച്ചപ്പോൾ മാത്രമാണ് സംഭവിച്ചത്. ഇന്ന് അനേകർക്ക് അവരുടെ ജീവിതം യാഗപീഠത്തിൽ വെക്കാൻ പറ്റുന്നില്ല. അവർക്കുള്ളത് യാഗപീഠത്തിൽ വെക്കാൻ പറ്റുന്നില്ല. അറ്റാച്ച്മെൻറ്റ് എല്ലാം ഡിറ്റാച്ച്ഡ് ആകാൻ വേണ്ടി ജീവനുള്ള ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിക്കൊണ്ട് വെക്കാൻ പറ്റില്ല. നീ എനിക്ക് തന്നതെല്ലാം, എൻ്റെ ജീവിതകാലത്ത് നീ എനിക്ക് തന്നതെല്ലാം ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു വരുന്നു. ഇത് എൻ്റെ ഇരുന്നാൽ ശരിയാവില്ല. ഇതിൻ്റെ അവിടെ സാവശ്യം നിൻ്റേതാണ്. കർത്താവ് വെച്ചുകൊണ്ടിരിക്കില്ല. കർത്താവ് മടക്കി തരിക തന്നെ ചെയ്യും, വിശ്വസനാണെങ്കിൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാവർക്കും മടിയാണ്. അതാണ്, യഹോവയിൽ രസിക്കാൻ പറ്റണമെങ്കിൽ ഈ ഭൂമിയിലെ സകല രസത്തോടും യാത്ര പറഞ്ഞേ പറ്റുള്ളൂ. അത് കർശനമാണെന്ന് എല്ലാവർക്കും തോന്നും. അല്ല പ്രിയരെ, വിടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, കർത്താവ് എന്തെല്ലാം വിടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് വിട്ട് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നിസ്സാരമല്ല. ബന്ധനം വഴിയാണ് ചെയ്യുന്നത്. ഈ ലോകത്തോടുള്ള നമ്മുടെ അട്രാക്ഷൻ, നമ്മുടെ ജഡത്തോടുള്ള നമ്മുടെ ആ അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ ബന്ധങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എല്ലാം അവിടെ അഴിയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ പ്രതി എനിക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥത വേണം. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. യഹോവയിൽ തന്നെ രസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യഹോവയിൽ രസിക്കാൻ പറ്റുമോ? എബ്രായ ലേഖനത്തിനകത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്വസ്ഥത എന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, 6 ദിവസം സൃഷ്ടി നടത്തി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അത് ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ആര് കൂടെയുണ്ട്? ആദ്യ സൃഷ്ടിയായ ആദാമും കൂടെയുണ്ട്. അപ്പം ദൈവത്തോടു കൂടി സ്വസ്ഥത അനുഭവിക്കാനാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉടനെ സ്വസ്ഥതയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അത് ആരുടെ കൂടെ? ആദാമിൻ്റെ കൂടെ. മനുഷ്യനോടുകൂടി സ്വസ്ഥതയിൽ കയറാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യന് സ്വസ്ഥത കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ല, നമുക്കറിയാമല്ലോ, ആ നവോമി രൂപത്തിനോട് പറയുന്ന, മകളെ, നിനക്കൊരു വിശ്രാമ സ്ഥലം ഞാൻ അന്വേഷിക്കണ്ടേ? നിനക്കൊരു സ്വസ്ഥമായ ജീവിതം വേണ്ടേ? നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ വേണ്ടേ? നമുക്കൊന്നും രൂപത്തിനൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അമ്മായിമ്മ അവൾക്ക് വേണ്ടി കരുതുകയാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണം. നിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കണം. നിനക്കൊരു സമാധാനം സ്വസ്ഥതയുള്ള ജീവിതം വേണം. ഞാൻ അതന്വേഷിക്കാം. എൻ്റെ പ്രിയരെ, എപ്പോഴും കർത്താവ് അത് നോക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി കർത്താവ് എല്ലാം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലെ സ്വസ്ഥത, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലെ സമാധാനം, അവൻ്റെ ആശ്വാസം, അവൻ്റെ തലോടൽ, അവൻ്റെ ആ സാന്നിധ്യം എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കൂട്ടായ്മയിൽ ഞാൻ എത്രയോ വർഷം കൂട്ടായ്മ കഴിഞ്ഞ മനുഷ്യനാണ്. നല്ലൊരു ഭൂരിഭാഗം എൻ്റെ ജീവിതം കാലം മുഴുവൻ ഞാൻ കൂട്ടായ്മയൊക്കെ നടന്നവനാണ്. പക്ഷേ എനിക്ക് ദൈവമായിട്ടുള്ള സാന്നിധ്യമോ ബന്ധമൊന്നും എനിക്ക് പിടികിട്ടിയില്ല. കൂട്ടായ്മ കൂടും, ദൈവങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ആവശ്യങ്ങളെല്ലാം കൊണ്ട് ദൈവമക്കളോട് പ്രാർത്ഥിക്കാൻ പറയും, അവർ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ശരി, സുഖമായിട്ട് അങ്ങ് പോവും. പ്രശ്നം വരുമ്പോൾ ഓടിച്ചെല്ലും, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നല്ലാതെ
എന്നെ വീണ്ടെടുത്ത ഒരു ദൈവത്തോടുള്ള നേരിട്ടുള്ള ബന്ധം എനിക്ക് വേണം എന്നുള്ളതൊന്നും ഞാൻ വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെനിക്ക് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. പക്ഷെ നിർബന്ധം എൻ്റെ മേൽ കിടന്നു. എനിക്ക് മനസ്സിലായി ദൈവമക്കൾ ഈ ഭൂമി വിട്ടു പോവും. അപ്പോൾ ഞാൻ നിരാശനാകും. അവർക്കത് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കൂടാ? അനേക ദൈവപുരുഷന്മാർ വചനമില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പരസ്യമായിട്ട് വ്യാപരിക്കാത്ത കാലത്തും പ്രവാചകന്മാരില്ലാത്ത കാലത്തും ദൈവവചനം എഴുതപ്പെട്ട വചനങ്ങൾ കിട്ടായിരുന്ന കാലത്തും അവർ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ സ്വസ്ഥത പ്രാപിച്ചു. ഹാനോക്കിനെ കാര്യം ഞാൻ എപ്പോഴും പറയും. ഒന്നുമില്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി 300 സംവത്സരം ജീവിച്ചു എന്ന് പറഞ്ഞ് ഇന്നും എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നമ്മൾ നല്ല കാലം, വചനമുള്ള കാലം, ആത്മാവുള്ള കാലം, സുവിശേഷമുള്ള കാലം, ദൈവം നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന കാലം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗുണകരമായി സംസാരിക്കുന്ന രക്തമുള്ള കാലം, ക്രൂശ് നമ്മുടെ മുമ്പിൽ കാണപ്പെട്ടിരിക്കുന്ന ഒരു നല്ല കാലം, എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന കാലാവസ്ഥയിൽ എത്ര പേര് ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്? യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, വിശ്രാമം തന്നെയാണ് നിൻ്റെ ബലം. ദൈവസനയിൽ ദൈവത്തിൻ്റെ ക്രൂശൻ ചൂട്ടിയിരുന്ന് വിശ്രമിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ബലം. അത് മുഴങ്കാലും അടക്കി മണിക്കൂറുകൾ ഇരിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാ സമയത്തും ഏത് സമയത്തും ഇടപെടാതെ ഈ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ഹൃദയം പകരാം, നമ്മുടെ ആവശ്യം ദൈവത്തോട് പറയാം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് ഒരു വിധവയുടെ കാര്യം പറയുന്നുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഒരു ആവശ്യം ലോകത്തിലെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ട് അവൻ നിരന്തരം ആ ന്യായാധിപനെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ന്യായാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മനുഷ്യരെ പേടിയുമില്ല, ദൈവത്തെ പേടിയില്ല. പക്ഷേ ഈ വിധവേനെ അസഹ്യപ്പെടുത്തുന്നു. ദൈവത്തെ അസഹ്യപ്പെടുത്താനുള്ള ഒരു മനുഷ്യൻ്റെ ഒരാഗ്രഹം, എനിക്ക് തന്നേ പറ്റുള്ളൂ, തരാൻ ഞാൻ പോവുകയില്ല, ഞാൻ വേറെ എങ്ങോട്ട് പോകും? കാരണം ലോകത്തോട് യാത്ര പറയുന്ന മനുഷ്യൻ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ കുഴപ്പം? നമുക്ക് ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ലോകത്തിൽ നമുക്ക് ആശ്രയം കിടക്കുന്നു. നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ കഴിവുണ്ട്, നമ്മുടെ സാമർഥ്യമുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ വീടുണ്ട്, നമ്മുടെ വാഹനമുണ്ട്, നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കിടക്കുമ്പോൾ ദൈവമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ധനവാനായ മനുഷ്യൻ, ആ ലാസറിൻ്റെയും ധനവാൻ്റെയും സംബന്ധിച്ച് അവന് ദൈവത്തെ കൊണ്ട് തന്നെ ആവശ്യം. അവന് ദൈവം കൊടുത്തതാണെന്നാണ് എല്ലാം പറയുന്നത്. അവൻ ചിലപ്പോൾ സാക്ഷ്യം പറഞ്ഞൊന്നും ഇരിക്കും, പക്ഷേ അവന് ജീവനുള്ള ക്രിസ്തുവിനെ അറിയാൻ പാടില്ല, അവൻ്റെ വീണ്ടെടുപ്പുകാരനെ അവനറിയാൻ പാടില്ല, അവൻ്റെ രക്ഷകനെ അവനറിയാൻ പാടില്ല. എന്നാലോ ഇപ്പറ ലാസർ കിടക്കുന്നത്. ലാസറിന് വല്ലതുണ്ടോ? ലാസറിന് വല്ലതുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ലാസർ എന്തെല്ലാം പ്രാർത്ഥിച്ചു കാണും? അത്യാവശ്യ കാര്യങ്ങൾ, ആ വ്രണം ഒന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിച്ചു കാണും. കിട്ടിയോ? ഇല്ലല്ലോ. അല്ല, അവനെ ഒരു നേരത്തെ ആഹാരത്തിന് പ്രാർത്ഥിച്ചു കാണും. കിട്ടിയോ? ഇല്ലല്ലോ. മഴ വീണാൽ ദേഹത്ത് വീഴാതിരിക്കാൻ ഒരു 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 കൂന വേണമെന്ന് ആഗ്രഹിച്ചു. കിട്ടിയോ? ഇല്ലല്ലോ. ഒരു പരിഭവനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ മെറ്റീരിയൽ ബെനിഫിറ്റ് കൊണ്ടൊന്നും മനുഷ്യൻ്റെ ആത്മാവ് രക്ഷപ്പെടുന്നില്ല. എന്തെല്ലാം കിട്ടിയാലും തൃപ്തിയാകില്ല. തൃപ്തിയില്ലാത്തൊരു ജീവിതമാണ് ഈ ഭൂമിയിലെ ലോകത്തിലെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും പിന്നെയും ദാഹിക്കും. ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞാണ്, നീ ഈ വെള്ളം കുടിച്ച് ജീവിക്കാൻ ഇത്രയും വർഷങ്ങൾ, എത്ര കുടിച്ചാലും നിന്റെ ദാഹം തീരെയില്ല. സത്യമല്ലേ പ്രിയരെ? എത്ര പാപം ചെയ്താലോ, എത്ര ലോകത്തിലെ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാലോ നമുക്ക് മതിയാകുമോ? ഇല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാൻ തരുന്ന വെള്ളം കുടിക്കുമെന്ന് നിത്യജീവനിലേക്ക് ഉയരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം കേൾക്കുന്നെങ്കിലും ഇരുന്നു കൊണ്ട് കർത്താവേ എനിക്ക് ഈ ജലം തരണം, എനിക്ക് ഈ സമാധാനം വേണം, എനിക്ക് ഈ സ്വസ്ഥത വേണം, എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമുക്കറിയാം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം എടുത്തേ. എന്താണ് ദാവീദ് ചെയ്തത്? യഹോവയിൽ തന്നെ രസിക്കാൻ വേണ്ടി ദാവീദ് ചെയ്ത കാര്യം എന്താണ്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ്. ഞാൻ കാണാൻ കൊതിക്കുന്ന ഒരാൾ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, എൻ്റെ ദൈവം, എന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവം, എന്നെ സ്നേഹിച്ച ഏക വ്യക്തി, എന്നെ സ്വർഗത്തിലാക്കാൻ കൊതിക്കുന്ന ഏക വ്യക്തി, എനിക്ക് വേണ്ടി ജീവൻ തന്ന വ്യക്തി, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ വ്യക്തി. ഈ ഭൂമിയിൽ ആരും എന്നെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എല്ലാവരും സ്വാർത്ഥനാണ്. അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടി ഭൂമി ജീവിക്കുമ്പോൾ ഒരാൾ എനിക്ക് വേണ്ടി ജീവൻ തന്നു. ഇതാണ് കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എങ്ങനെ പറയാൻ സാധിക്കും?
ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കെട്ടി തന്നിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കതാര്? ഒരു ദൈവവേദന വീണ്ടെടുക്കപ്പെടുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്നൊരു പടമുണ്ട്, ക്രിസ്തു. അവന് വേണ്ടി പെടഞ്ഞ് മരിച്ച ക്രിസ്തുവിൻ്റെ പടം അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊടുക്കും. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എന്തിനാണ്? നിന്റെ ലക്ഷ്യം മാറിപ്പോകാതിരിപ്പാൻ, നിനക്ക് നന്ദികേട് വരാതിരിപ്പാൻ, നിനക്ക് വേണ്ടി പെടഞ്ഞ് മരിച്ചവനെ നീ മാനിക്കാൻ, ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ നീ ദൈവസനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എത്ര പേരൊന്ന് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് അനേകരുടെ ആ ക്രൂശിക്കപ്പെട്ട യേശു കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയില്ലേ? ഇന്ന് ലോകമല്ലേ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇന്നത്തെ ലോകത്തിലെ പ്രശ്നങ്ങളല്ലേ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? മക്കൾ വിഷയമായിട്ട് കയറി വരുന്നു, പണം വിഷയമായിട്ട് കയറി വരുന്നു, അനാരോഗ്യം വിഷയമായിട്ട് കയറി വരുന്നു. ഈ ലോകത്തിലെ സകല വിഷയങ്ങളും നിങ്ങൾക്ക് പ്രശ്നമായി മാറുകയാണ്. നിങ്ങൾ ഈ ലോകത്തെ വിടാതിരിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്നു. ദൈവ സാന്നിധ്യം നഷ്ടമായി പോകുന്നു. യഹോവയുടെ സന്തോഷം നമുക്ക് നഷ്ടമായി പോകുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പൂർവ്വ പിതാക്കന്മാരൊക്കെയും അവർ കണ്ടു ലോകം മായയാണെന്ന്. അപ്പോസ്തലൻ പറഞ്ഞു, ലോകത്തെ ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നെന്ന്. ഈ ലോകവനെ ചതിക്കുന്നതാണെന്ന്, ഈ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്നുള്ളതിൻ്റെ ആഴം വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കിയവരാണ്. നമ്മൾക്കോ മോഡേൺ സൊസൈറ്റി, കമ്പ്യൂട്ടർ യുഗങ്ങൾ, എന്തെല്ലാം അഭിവൃദ്ധി ലോകത്തിനുണ്ടായി. പക്ഷേ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ലോകം എത്ര വലുതായാലും എനിക്കെന്ത്? മനുഷ്യൻ ചന്ദ്രനിൽ പോയി വാസം ഉറപ്പിച്ചാൽ എനിക്കെന്ത്? എൻ്റെ ആത്മാവിന് വല്ല കാര്യമുണ്ടോ അതിനകത്ത്? എന്നാൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, അതൊന്നുമല്ല നിൻ്റെ വിഷയം. നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് വിഷയം. എൻ്റെ പുത്രനെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് നിന്നെ വീണ്ടെടുക്കാനാണ്, നിനക്ക് സ്വസ്ഥത തരാനാണ്, നിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാനാണ്, നിൻ്റെ സകല ബന്ധനങ്ങളും അഴിക്കാനാണ്, എൻ്റെ നാമത്തിൽ നിൽക്കാനാണ്. നിൻ്റെ നാവിൽ കൂടെ യേശുവിൻ്റെ വചനം വെളിയിലേക്ക് വരാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നീരൊഴുക്ക് നിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് കൊടുക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നിൻ്റെ കഴിഞ്ഞ കാലം ഞാൻ നോക്കുന്നില്ല. ഇത്ര സ്നേഹമുള്ള ദൈവത്തെ മറക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇവിടെ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അടുത്ത വായിച്ചേ. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഭൂമിയിലെ എന്തെല്ലാം പ്രശ്നം വന്നാലും എൻ്റെ വലതുഭാഗത്ത് ഞാൻ കാണുകയാണ്. എൻ്റെ രക്ഷകനെ ഞാൻ കാണുകയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണുകയാണ്. അവൻ എൻ്റെ വലത്തുഭാഗത്തുണ്ട്. അവനെ എനിക്ക് തൊടാം, അല്ല അവൻ എന്നെ തൊടും. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്, ഞങ്ങൾ സഖ്യത്തിലാണ് പോകുന്നത്, ഞങ്ങൾ ചേർച്ചയിലാണ് പോകുന്നത്. അവൻ ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് എനിക്ക് വ്യക്തമായ തീരുമാനം എനിക്കുണ്ട്. അതുകൊണ്ട് അവൻ എന്നെ വിട്ടുപോകാതെ നിൽക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ചെറിയ പാപം വന്നാൽ മതി, ഒരു ഈർഷ്യ വന്നാൽ മതി, ദൈവം മാറിപ്പോകും. കാരണം ഈ ഈർഷ്യയുടെ ഉടമസ്ഥന് പിശാചാണ്. പിശാചിന് ഇടം കൊടുത്തിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുകയില്ല. അങ്ങനെ കർശനമായിട്ട് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? കർശനമാർക്കും ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവായ യേശുക്രിസ്തു ആരോടെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടോ? അവൻ പറഞ്ഞെല്ലാം ഗൗരവമാണ്. അതുകൊണ്ട് അവനെ കല്ലെറിയാൻ ജനം കല്ലെടുത്തു. അവന് വലിയ കടും തൂക്കത്തിൽ താവോട് തള്ളിയിടാൻ നോക്കി. അവൻ എന്താ പറഞ്ഞത്? അവൻ പിതാവായ ദൈവത്തിൻ്റെ കാര്യപരിപാടി പറഞ്ഞു. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് അയച്ചതാണ്. ഞാൻ കുഞ്ഞാടാകാൻ വന്നതാണ്. പാവിയെ തേടിയാണ് ഞാൻ വന്നത്. കാണാതെ പോയ ആടിനെ തേടിയാണ് വന്നത്. പക്ഷെ നിങ്ങളുടെ ജീവിതം വെള്ള തേച്ച സൗക്കലറ പോലെ, നിങ്ങൾ സർപ്പസന്തതികളാണ്. ഇത് പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനമൊന്നും സോഫ്റ്റാക്കാൻ പറ്റില്ല. അനേകർ പറയുന്നത്, ചെറുപ്പക്കാരൻ വന്ന് നിത്യവും ചോദിച്ച് ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞാൽ പോരെ, നീ കുറച്ചു നാൾ എൻ്റെ കൂടെ നിന്നില്ലേ, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അന്നേരം നീ സകലവും വിടും. പറഞ്ഞോ? ഒരക്ഷരം വേണ്ടിയില്ല. അവൻ തിരിഞ്ഞു പോയപ്പോൾ, യേശുവിനെ വിട്ടിട്ട് പോയപ്പോൾ ഒരക്ഷരം വേണ്ടിയില്ല. കാരണം സ്വർഗരാജ്യം വിലപ്പെട്ടതാണ് പ്രിയരെ. കോസ്റ്റ് കൊടുക്കുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ. അവൻ ചോദിച്ച നിത്യജീവനാണ്. കർത്താവിനോട് പറഞ്ഞാൽ നീ സൽഗുണസമ്പൂർണ്ണമാകാൻ ആഗ്രഹമുണ്ടെന്നാണ് ചോദ്യം. അത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. സകലതും വിൽക്കണമെന്നാണ് പറഞ്ഞത്. സകലതും വിറ്റ് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. ഇവിടെ വല്ലതും വിട്ടാലേ സ്വർഗത്ത് നിക്ഷേപം ഉണ്ടാവുള്ളൂ. സ്വർഗത്ത് നിക്ഷേപമുള്ളവനെ സ്വർഗത്തിൻ്റെ ഉടയവൻ്റെ പിന്നാലെ വരാൻ പറ്റുള്ളൂ. ഈ മർമ്മമൊക്കെ ആർക്ക് മനസ്സിലാവും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയാണ്, അവൻ എൻ്റെ വലതുഭാഗത്തോട് ഞാൻ കുലുങ്ങയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. എൻ്റെ പ്രിയരെ, ഈ സന്തോഷാനുഭവം നമുക്കുണ്ടോ? സ്ഥിരമായിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും?
23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മുട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൻ എൻ്റെ ഇടയനാണ്, എനിക്കൊരു മുട്ടുണ്ടാകുകയില്ല. രണ്ടാമത് പറയുന്നുണ്ട്, ഭയം, എനിക്കൊരു ഭയമില്ല, കുരുൾ താഴ്വേ കൂടെ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല, അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നു. നന്മയും കരുണയും എൻ്റെ പിന്നാലെയുണ്ട്. എന്താ ഈ നന്മയെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്. കരുണയെന്ന് പറഞ്ഞാൽ പാപക്ഷമയാണ്. ആലയത്തിൽ വസിക്കും. ഇത്ര കംഫർട്ടബിളായിട്ടുള്ള എല്ലാം കാണാതെ പഠിക്കുന്നുണ്ട്. 23-ാം സങ്കീർത്തനം എല്ലാവരും കാണാതെ പഠിക്കുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ അനുഭവിച്ച ആ ദൈവത്തെ എത്ര പേർക്കറിയാം? അത് പറയാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രാഗൽഭ്യം ഉണ്ടോ? ഇത് നമുക്ക് കിട്ടാത്തൊരു കാര്യമാണോ? ഇതൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണോ? ദാവീദിന് പാരമ്പര്യം വളരെ മോശമാണ് ഇടക്കാലത്ത്, പക്ഷെ നേടിയെടുത്തില്ലേ? അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മകനായി തീർന്നില്ലേ പ്രിയരെ? അത് വന്നപ്പോൾ പഴയ ദൈവം മറക്കുകയാണ്. അവൻ്റെ ലാക്കും ലക്ഷ്യം ദൈവം മാനിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മനോഹരത്തെ എനിക്ക് കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് കൊട്ടാരമല്ല വിഷയം, ഭാര്യയോ മക്കളോ ഒന്നുമല്ല വിഷയം. അതൊക്കെ വിഷയമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ നിന്നോട് പറയുന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, നിൻ്റെ സമാധാനം എനിക്ക് മതി, നിൻ്റെ സാന്നിധ്യം എനിക്ക് മതി, നിൻ്റെ കൃപ എനിക്ക് മതി. നീ എൻ്റെ ഹൃദയത്തിൽ വന്നാൽ മതി, നിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മകനായി തീർന്നാൽ മതി, നിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം എനിക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി, എനിക്ക് നിന്നെ സ്നേഹിച്ചാൽ മതി. പ്രിയപ്പെട്ടവർ, എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കും? സമർപ്പണമുള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കാൻ പറ്റുന്നവർക്ക്. ആർക്കാ കൊടുക്കുന്നത്? ദൈവത്തിങ്കിലേക്ക്. ഇന്ന് അതെല്ലാവർക്കും വലിയ പ്രയാസമുള്ള വിഷയമാണ്. 91-ാം സങ്കീർത്തനം 14. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുമെന്ന് പറയുന്നു. എന്താ പറഞ്ഞ്? അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു അനുഭവമുണ്ട്. രണ്ടുപേർ ഒത്തിട്ടല്ല ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. വളരെ ലളിതമാണ് പ്രിയരെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം, കർത്താവെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, എനിക്കെന്നൊരു വെറുപ്പ് തരണം, എൻ്റെ ഹൃദയത്തിന് എന്നോടൊരു അവേർഷൻ തരണം, ഞാൻ വിടാൻ മനസ്സാണ്, ഞാൻ തയ്യാറാണ്, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലെ അയക്കണമേ. ഇത് പ്രാർത്ഥിച്ച ദൈവം കേൾക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ വചനമനുസരിക്കാൻ ഒരു മനുഷ്യൻ മുന്നോട്ട് ഇറങ്ങി വന്നാൽ അവൻ്റെ കാര്യം ദൈവം നോക്കും. എനിക്ക് സാധിക്കില്ല, ശരിയാണ്, പക്ഷേ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കിതിനുള്ള താല്പര്യങ്ങളെല്ലാം അങ്ങ് മാറും, അറ്റാച്ച്മെൻ്റ് എല്ലാം മാറും. നമുക്ക് പിന്നെ ഒറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എൻ്റെ ദൈവത്തെ എനിക്ക് കാണണം, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. വളരെ മനോഹരമായൊരു നല്ല ജീവിതം നമുക്ക് ഭൂമിയിൽ ഉണ്ടായിരിക്കെ, എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയുള്ള ഒരു കാലം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മളിത് അനുഭവിക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? എബ്രായലേഖനം പറയുന്നത് അങ്ങനെയാണ്. ഇത്ര വലിയൊരു രക്ഷ നമുക്ക് സ്വന്തമാക്കാതിരിക്കാൻ പറ്റാതിരുന്നാൽ എങ്ങനെ നാം തെറ്റിയും? എങ്ങനെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കും? എന്ത് ന്യായം നാം പറയും? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കോവിഷ്ണനായിട്ടൊന്നും കാണില്ല. അവൻ നല്ലവനാണ്, വിശ്വസനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പക്ഷേ നമുക്കൊരാഗ്രഹം വേണം, എൻ്റെ ദൈവം എനിക്ക് തരുന്ന രക്ഷ എനിക്ക് അനുഭവിക്കണം, എനിക്ക് അവൻ്റെ വീണ്ടെടുപ്പുകാരനെ എൻ്റെ ഉള്ളിൽ മാനിക്കണം, എനിക്ക് ഒരു സ്വസ്ഥതയുള്ള ജീവിതം വേണം, എനിക്ക് പാപമില്ലാത്തൊരു ജീവിതം വേണം, എനിക്ക് മരിക്കുമ്പോൾ എന്നെ ദൂതന്മാർ വന്നാൽ കൊണ്ടുപോകണം. ഞാൻ അങ്ങനെയല്ല പറയണത്, ദൂതന്മാർ വന്നാൽ പോരാ, കർത്താവേ നീ തന്നെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകണം. എനിക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ദൈവത്തോട് ഇൻറ്റിമസി ഉണ്ട്, ഇതൊക്കെ പറയും. നമ്മൾ ഏറ്റവും വലുത് ആഗ്രഹിക്കുന്ന തന്നെ ചെയ്യും. കൊണ്ടുപോകണം പ്രിയരെ. അതിന് വേണ്ട ഈ ഭൂമി തടസ്സമായിരിക്കുന്ന എന്തുണ്ടോ ഞാൻ വിട്ടോളാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിത് അനുഗ്രഹമായിട്ട് വരട്ടെ, നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.